പ്രിയപ്പെട്ട ഗോൾഡൻ ടച്ച് കൂട്ടുകാരെ, ഇപ്പോൾ ഇനിയിപ്പം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ചളിൻ്റെ ഉപദ്രവത്തി ഭയങ്കരമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈ അച്ചളിനെ തുരത്താൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. അതിനായിട്ട് ഞാൻ ഒരു 2 സ്പൂണ് അരിപ്പൊടി ഇങ്ങനെ എടുത്തിരിക്കുക. ഇച്ചിരി ഏറെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്രയും വേണമെന്നില്ല, 1 സ്പൂണൊക്കെ മതി. നമുക്ക് ഈ അച്ചലുള്ള ഭാഗത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാനിപ്പോൾ ഇച്ചിരി കുപ്പി നിറച്ചാക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അരിപ്പൊടി വേണമെന്നൊരു ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. അത് ഈ വെള്ളത്തിന് ഇച്ചിരി കൊഴുപ്പും നല്ല മണവും ഒക്കെ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പൊടി ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഈസ്റ്റാണ്. ഇപ്പോൾ 1 സ്പൂണ് ഈസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ച്, കാരണം ഇത് നല്ലപോലെ പൊങ്ങി പുളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത്. ഇനി ഞാൻ 2 സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണായാലും 1 ഗ്ലാസ് ഇതിന് 1 സ്പൂണായാലും മതി. ഞാനിപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇടപ്പി നിറച്ച് വേണം. എന്നിട്ട് പല സ്ഥലത്തും എനിക്ക് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് ഇടപ്പി നിറച്ചാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനം എടുത്തത്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ വെക്കാൻ ഞാൻ വെള്ളമൊന്നും ഒരിക്കൽ ഓരോ സ്പൂണൊക്കെ എടുത്താൽ മതി. അതെങ്ങനെയായാലും ഈ 3 സാധനവുമാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് ഞാനിത് പുളിച്ച് പൊങ്ങാൻ വേണ്ടി വയ്ക്കുവാണ്. അപ്പോൾ ഞാനിത് പുളിച്ച് പൊങ്ങാൻ വേണ്ടി വെക്കുന്നതിന് ഒരു 2-3 സ്പൂണ് വെള്ളവും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് ഞാൻ ഇവിടെ ഒരിടത്ത് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുവാണ്. ഇതൊരു ഭയങ്കര സംഭവമാണിത്. കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എവിടെ നിന്നൊക്കെയാണ് അച്ചിൾ വന്ന് ഇതിനകത്ത് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതും വലിയ അച്ചിൾ, കുഞ്ഞിതൊന്നും അല്ല വരുന്നത്. ഇതിൻ്റെ മണം പിടിച്ച് വന്ന് ഇതിനകത്തോട്ട് അങ്ങ് ചാടുവാണ് വരുന്നത്. എന്ന് വെച്ചാൽ വയറ് നിറച്ച് ഇവർ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പോകുന്നവരെയൊക്കെ പിടിച്ചതിന് അതിനകത്ത് തന്നെ ഇട്ടിരിക്കുക. എന്നിട്ടിപ്പോൾ അതെല്ലാം ചത്തിരിക്കുക. അപ്പം നിങ്ങളെ ഞാനിത് ഒന്നേം തുടങ്ങി കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനിത് ഇതിങ്ങനെ ഇനി ഞാനിത് അടച്ച്, കാരണം ഇത് പൊങ്ങി ചാടിപ്പോകാതെ ഇതിനൊരു സ്മെല്ലുണ്ട്. അത് നമുക്കത് പുളിച്ചൊക്കെ പൊങ്ങുമ്പോൾ ഇച്ചിരി ഒരു അരോചകം പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിങ്ങനെ മുറുക്കി അടക്കില്ല. അപ്പോൾ അതിൻ്റെ ആ വായു കൊണ്ട് ചിലപ്പോൾ ഈ ഡെപ്പി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതിങ്ങനെ അടച്ച് ഞാനിവിടെ ഇത് വെക്കട്ടെ. ഇങ്ങനെയൊരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ അത് ഇങ്ങനെയൊരു 6-7 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് നല്ലതുപോലെ പുളിച്ച് പൊന്തണം. നല്ല ആ സ്മെല്ലിങ്ങ് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ട് ഇനി ഇത് പുളിച്ച് പൊന്തട്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടോ ഞാൻ എടുത്ത് വെച്ച സാധനം അതൊരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പം അതിനൊരു നല്ല സ്മെല്ലുമായിട്ട്, നല്ലതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഉള്ള സ്മെല്ലല്ല, അങ്ങനെ സ്മെല്ലുമായിട്ട് ഈ സാധനം ഇരിപ്പുണ്ട്. ഈ സാധനം അച്ചിളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം എവിടെയുണ്ടെന്ന് ഒരിക്കലും അച്ചിളും കൊച്ചുമൊക്കെ ഇതിനകത്ത് വന്ന് ഇത് തിന്നാൻ വേണ്ടി ഇതിനകത്തോട്ട് വരും. അതിനെ ആകർഷിക്കുന്ന ഒരു ഭയങ്കര സ്മെല്ലാണ് ഇത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അച്ചിൾ ചത്ത് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തുനിന്ന് ഞാൻ അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർക്കിഡാണ് മുഴുവൻ. ഇതിനകത്തോട്ട് ഞാൻ നിറച്ച്, ഇത്രയല്ലേ ഇതിനകത്തോട്ട് നിറച്ച് ഞാൻ ആ വെള്ളം ഒഴിക്കുവാണ്. ഇതത്രയും ഞാൻ ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വെള്ളം ഞാനെടുത്തു. ഇനി ഞാനിത് കൊണ്ട് പോയിട്ട് ഇത് എനിക്കൊരു ആൾ പറഞ്ഞു തന്നതായത്. എന്നിട്ട് ഞാനിത് ചെയ്തു നോക്കിയപ്പം നിറച്ച് വലിയ അച്ചുകളൊക്കെ വന്ന് അതിനകത്ത് വന്ന് ചാടുവാണ്. ഒരു 8 ഇത് കൂട്ടുള്ള പാത്രത്തിൽ കൂടെ ഇതുണ്ട്, ഇതെല്ലാം തിന്ന് തീർത്തതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇതെല്ലാം തിന്ന് തീർത്തിട്ട് എനിക്ക് സങ്കടം അങ്ങ് സഹിക്കത്തില്ല. അതുപോലെ ഇതെല്ലാം തിന്ന് നശിപ്പിച്ചതുകൊണ്ട് ഇത് എല്ലാം നശിപ്പിച്ച്. അങ്ങനെ ആയപ്പോഴാണ് ഒരാളിത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മളിപ്പോൾ ഉപ്പുകല്ല് വാരി ഇട്ടാൽ ചെടിക്ക് മോശമല്ലേ, അതുകൊണ്ടിട്ടാണ് ഞാനങ്ങനെ ഉപ്പുകല്ലൊന്നും വാരി ഇടാതെ മുട്ടത്തോടുമൊക്കെ ഇട്ട് ഞാനങ്ങനെ ഇരിക്കുക. മുട്ടത്തോടൊക്കെ എൻ്റെ ചുവട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അവരതിൻ്റെ മേലെ കൂടെയൊക്കെ വന്ന് അത് തിന്നും. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഈ സൂത്രപ്പണി കണ്ടുപിടിച്ചിട്ട് ഇതുണ്ടോ ഇപ്പം ഇതിനകത്തോട്ട് ഇറങ്ങി വന്നതാണ്. അച്ചിളിനെ കണ്ടോ, ഇത് ചത്തില്ല. ഇത് അതിനകത്തേത് നക്കി കഴിച്ചുകൊണ്ടിരിക്കുക.
ഇവർക്കിനി ആ സാധനമൊന്നും അവർക്ക് വേണ്ട. ഇനി ഇപ്പോൾ അവർക്ക് ഓർക്കിഡ് വേണ്ട, ഇവർക്ക് ഇത് മതി. ഇതുണ്ടോ, ഇത് ഞാൻ ഇന്നലെ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിവിടെ വെച്ചതാണ്. സാധനത്തിന് ഭയങ്കര മണമായി. ഇതുകൊണ്ടോ എന്തോരെയാണ് വന്ന് കിടക്കണേന്ന് കണ്ടോ. രാത്രിക്ക് ഇതിനകത്തോട്ട് വന്നങ്ങ് ചാടുവാണ് ഇവർ. ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നോക്കാവുന്ന ഇതിൻ്റെ ചുറ്റിനും ഇതാണ്. ഭയങ്കര വാട. ഞാനിത് കളയട്ടെ. ഇവിടെ തന്നെ ഞാൻ ഈ മൂലയ്ക്ക് തന്നെ വെക്കുക. കാരണം ഇവിടെ വന്ന് എൻ്റെ ചെടീനെ ഒന്നും ഉപദ്രവിക്കാതെ ഇവർ വന്ന് ഈ സാധനം കഴിക്കാൻ വരുന്നുണ്ടല്ലോ. പിന്നെ ഇതിനകത്തോട്ട് തന്നെ കുറച്ചുകൂടെ ഒഴിച്ച് വെക്കുവാണ്. ഇതിനകത്തും കൂടെ ഒഴിക്കും. പക്ഷേ ഞാൻ ആദ്യം വെച്ചിരുന്ന ചെടിയുടെയൊക്കെ ഇടയ്ക്കാണേ. ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇതിനകത്തോട്ട് വന്ന് ചാടുന്നുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ ചെടിയുടെ ഇടയ്ക്ക് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഭാഗത്ത് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ട മൂടി ഇതിൻ്റെ മണം പോകാതെ അങ്ങ് സൂക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ചെടിയൊക്കെ കിടപ്പോൾ ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ ഇതൊക്കെ വരാൻ തുടങ്ങിയുണ്ടോ. അല്ലെങ്കിൽ ഇത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണേ. മുഴുവനും ഇതുങ്ങൾ തിന്ന്. ഇത് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തോ ഇതുണ്ട്. ഇതൊക്കെ തിന്നതാണ് കേട്ടോ. ഇതൊക്കെ തിന്നിച്ചിട്ട് നിർത്തിയിരിക്കുന്നതാണ്. എന്നിട്ട് ഒറ്റ പൂക്കൾ കണ്ടിട്ട് കാലങ്ങൾ എത്രയായെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കണ്ടോ. അതിലൊക്കെ പൂക്കളായി. ഇത് മുഴുവൻ തിന്ന് വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തോരം കഷ്ടപ്പെട്ടാണ് ഇതിനെയൊക്കെ ഇങ്ങനെ വളർത്തി ഇത് ഇങ്ങനെ ചെടികളെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു സൈസാണ് ഈ ചെടിയെ. വേണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ പൂക്കൊലയാണ്. ഇതിൻ്റെ പൂവാണ്. ഇത് പൂക്കൊലയാണ്. അതെല്ലാം കണ്ടോ ഓടിച്ച് തിന്ന് തീർത്തിരിക്കുക. ഇങ്ങനെയാണ് ഇവരുടെ ഇതിൻ്റെ ഈ കവളിക്കടയെല്ലാം ഇങ്ങനെ പൂവുണ്ടാകുന്ന ഒരു സൈസ് ഓർക്കിഡാണ് ഇതൊക്കെ അവർ തിന്നേച്ച് അതിൻ്റെ അറ്റം ഇരിക്കുന്നത് കണ്ടോ. കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇപ്പം ഓർക്കിഡല്ല വേറെ ചെടികളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അരിയിൽ ഇതിങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുവാണ്. കാരണം ഞാനിത് അനുഭവത്തിൽ ഞാൻ വിചാരിച്ച് ഈ ചട്ടിക്കകത്തൂടെ ഞാൻ വെക്കണമായിരിക്കും നോട്ടുകൊണ്ട് വെച്ചിട്ട് ഒന്നും ചാടിയില്ല. അപ്പം ഞാനതെടുത്ത് താഴോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ മണം അടിച്ച് വരുന്നതുണ്ടോ. അല്ല ഇപ്പോൾ ഇത്രയും വലിയ സാധനമൊന്നും ഇപ്പോൾ തൽക്കാലം വരുന്നതല്ല. ഇപ്പോൾ ഇതിൻ്റെ മണം അടിച്ച് വരുന്നതാണ് ഇവർ. ഇനി എടുത്ത് നമുക്കത് കാണുമ്പോൾ നമുക്കിതല്ലേ. അതാണ് ഇതുണ്ടോ നിങ്ങൾ നോക്ക്. ഞാൻ നുണ പറഞ്ഞാണോ നോക്കി. ഇത് ഇവിടുന്ന് ഇതൊക്കെ കയറി വരുന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതിനെ ഇടുക. ഉണ്ടോ, അതിനകത്ത് കിടന്നങ്ങോട്ട് ചത്തോളും. ഉണ്ട് അതിനെ ഇപ്പോൾ ഇതിനകത്ത് കിടന്നതിന് ഞാൻ അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അവരതിനകത്ത് കിടന്ന് ആ സാധനം കഴിച്ച് അവർ വയറ് നിറച്ചോളും. അങ്ങനെയാണ് ചേച്ചാ. ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ചുറ്റിനും ഈ സാധനങ്ങൾ വന്നിരിക്കുന്നതാണ്. ഇങ്ങോട്ട് തിന്ന് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോകുന്ന വഴിയായിരിക്കും വയറ് പൊട്ടി ചാകുന്നത്. എങ്ങനെയാണ് ഇതുങ്ങൾ ചാകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതിനകത്തോട്ട് ഉന്തി അങ്ങോട്ട് ഇടും. അങ്ങനെയാണേ. അതുകൊണ്ട് അവരവിടെ കിടക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമുണ്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. എന്നാൽ എല്ലാവർക്കും എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ.